നമസ്കാരം. നമ്മുടെ 5 നഗരസഭകളുടെ കഴിഞ്ഞ 5 വർഷത്തെ വികസന നേട്ടങ്ങൾ പരിശോധിക്കുന്ന വിചാരണ വേളയ്ക്ക് വേദി ഒരുക്കുന്ന സിറ്റി മീറ്ററിലേക്ക് സ്വാഗതം. ചരിത്രമുറങ്ങുന്ന നഗരം എന്നത് കേൾക്കാൻ സുഖമുള്ള ഒരു പ്രയോഗമാണ്. പക്ഷേ കോഴിക്കോട് ചരിത്രമുറങ്ങുന്ന നഗരമല്ല. ഇന്ത്യയുടെ വ്യാപാര ചരിത്രം ഉണരുന്ന നഗരമാണ് കോഴിക്കോട്. കോഴിക്കോട് കഴിഞ്ഞ സിറ്റി മീറ്ററിൽ നമ്മൾ പരിശോധിച്ച അധ്യായത്തിൽ മേയർ ഉൾപ്പെടെയുള്ള ഭരണപക്ഷത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ നമ്മൾ കണ്ടു. പുതിയ വികസന സങ്കല്പങ്ങൾ കേട്ടു. പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. നഗരജീവിതത്തെക്കുറിച്ച്, നഗരവികസനത്തെക്കുറിച്ച് മനസ്സിൽ സ്വന്തം സങ്കല്പങ്ങൾ സൂക്ഷിക്കുന്ന ജില്ലാ കളക്ടറുടെ വാക്കുകൾ ശ്രദ്ധിച്ചു. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കോഴിക്കോടിൻ്റെ പുതിയ ചില വാർഡുകളിലൂടെ, പുതിയ വികസന പ്രക്രിയയിലൂടെയൊക്കെയാണ്. അതിനു മുൻപ് നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ നേർക്കാഴ്ചകളിലേക്ക് ഒന്ന് പോയി മടങ്ങി വരാം. ചരിത്ര നഗരത്തിന്റെ പ്രൗഢിക്കുമീതെ ആധുനികതയുടെ അടയാളങ്ങൾ വൈകി മാത്രം വന്നു തെളിഞ്ഞ കോഴിക്കോടിന്റെ നഗരസഭാ വിചാരണയുടെ ആദ്യ ഭാഗത്ത് 40 വർഷം നീണ്ട ഇടതുഭരണത്തിന്റെ ശേഷിപ്പുകളാണ് സിറ്റി മീറ്റർ തിരഞ്ഞത്. ആരാധ്യയായ മേയർ AK പ്രേമജം പങ്കുവച്ചത് വികസനത്തെക്കുറിച്ച് LDFന്റെ വേറിട്ട സങ്കല്പങ്ങളായിരുന്നു. റോഡ് നിർമ്മാണത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനുമൊപ്പം അടിസ്ഥാന വിദ്യാഭ്യാസ സൗകര്യങ്ങളും പ്രാഥമിക ആരോഗ്യ സേവനങ്ങളും ആധുനികവൽക്കരിച്ചുകൊണ്ടുള്ളതായിരുന്നു കോഴിക്കോട്ടെ ഇടത് സമീപനം. പ്രാദേശിക വികസനത്തിന്റെ പുതിയ മാതൃകകളിലേക്ക് വിരൽ ചൂണ്ടിയ ഭരണപക്ഷ കൗൺസിലർമാർക്കൊപ്പം തിരക്കേറിയ വ്യാപാര നഗരം നേരിടുന്ന ഗതാഗത പ്രശ്നങ്ങളിലേക്കും മാലിന്യ നിർമ്മാർജ്ജനത്തിന് കാര്യക്ഷമമായ സംവിധാനങ്ങൾ ഇല്ലാത്തതിന്റെയും പരാധീനതകളിലേക്കായിരുന്നു പ്രതിപക്ഷ പ്രതിനിധികളുടെ ശ്രദ്ധ ക്ഷണിക്കൽ. ഒപ്പം കോഴിക്കോട്ടു നിന്നുള്ള ജനശബ്ദവും നമ്മൾ കേട്ടു. വിജയിച്ച് നന്ദിവാക്യം ചൊല്ലി മടങ്ങുന്ന കൗൺസിലർമാരിൽ ചെറുപക്ഷം മാത്രമാണ് ഭരണകാലം മുഴുവൻ ജനകീയ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ട് പരിഹാരം തേടുന്നത്. സ്ഥിരതാമസത്തിന് യോഗ്യമായ ഇന്ത്യയിലെ മികച്ച ചെറുനഗരങ്ങളുടെ പട്ടികയിൽ 2ാം സ്ഥാനത്തുള്ള കോഴിക്കോട്ട് അവശ്യം വേണ്ടുന്ന പ്രാഥമിക സൗകര്യങ്ങളെക്കുറിച്ചാണ് ഓപ്പറേഷൻ സുലൈമാനിയിലൂടെ ശ്രദ്ധ നേടിയ ജില്ലാ കളക്ടർ N. പ്രശാന്ത് സിറ്റി മീറ്ററിനോട് സംസാരിച്ചത്. ഓരോ പകൽ നേരത്തും വ്യാപാരത്തിരക്കിന്റെ കുരുക്കിലമരുന്ന നഗരം ഇപ്പോൾ വീർപ്പുമുട്ടുന്നത് പാർക്കിങ്ങിന് മതിയായ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ പുതിയ ബഹുനില മന്ദിരങ്ങളുടെ നിർമ്മാണഘട്ടത്തിൽ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് സ്ഥലത്തിന് വ്യവസ്ഥയുള്ളപ്പോൾ പഴയ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ നഗരസഭയുടെ പരിമിതികൾ മറക്കരുതെന്ന് മേയർ പറയുന്നു. മുൻ മന്ത്രി കൂടിയായ പ്രതിപക്ഷ നേതാവ് MT പത്മ, ഡെപ്യൂട്ടി മേയർ, പ്രതിപക്ഷ ഉപനേതാവ് DCC പ്രസിഡന്റ് K. അബു, CPM സംസ്ഥാന കമ്മിറ്റി അംഗം M. ഭാസ്കരൻ, BJP ജില്ലാ പ്രസിഡന്റ് P. രഘുനാഥൻ, പെൺകൂട്ടിന്റെ വിജി, കോഴിക്കോടിന്റെ 5 വർഷത്തെ നഗരവികസനം സഞ്ചരിച്ച നാൾവഴികളിലൂടെ വിചാരണയിൽ ഇനി നഗരം അഭിമുഖീകരിക്കുന്ന മറ്റു ചില പ്രശ്നങ്ങളിലേക്കും വിവിധ ഡിവിഷനുകളിൽ നിന്നുള്ള കാണാക്കാഴ്ചകളിലേക്കും. വ്യാപാര നഗരമായ കോഴിക്കോടിന്റെ ചരിത്രവും വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളും മെയിൻ ചന്തയിലോ വലിയങ്ങാടിയിലോ ഒതുങ്ങുന്നില്ല. ഈ വിപണികൾക്ക് അപ്പുറത്ത് മനുഷ്യ ജീവിതത്തിൻ്റെ നമ്മൾ കാണാത്ത കഥകളുണ്ട്, വികസനത്തിൻ്റെ പുതിയ കാഴ്ചകളുണ്ട്. എനിക്ക് പറയാനുള്ളത്, പൊളിറ്റിക്കൽ പാർട്ടീസാണ് റെപ്രസെൻ്റ് ആവുന്നത്. അത് ചില കൗൺസിലേഴ്സ് UDF അംഗങ്ങളായിരിക്കും, ചില കൗൺസിലേഴ്സ് LDF അംഗങ്ങളായിരിക്കും. പക്ഷേ 75 വാർഡിലെയും പ്രവർത്തനത്തിൻ്റെ കാര്യം വരുമ്പോൾ ഞങ്ങൾ മുന്നിൽ കാണുന്നത് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടീനെ പ്രതിദാനം ചെയ്യുന്ന കൗൺസിലറല്ല, നേരെ മറിച്ച് ആ കൗൺസിലർ പ്രതിദാനം ചെയ്യുന്ന ജനങ്ങളെയാണ്. അപ്പോൾ ആ ജനങ്ങളെ നമ്മൾ കാണുമ്പം ഇന്ന പാർട്ടിയിലെ കൗൺസിലർ അതുകൊണ്ട് കൊടുക്കേണ്ടെന്ന് ഒരു നിലപാടെടുക്കാൻ അത് ശരിയല്ല. കാരണം ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ ഞങ്ങൾ ഒരു പക്ഷപാതപരമായ നിലപാടും എടുക്കാതെ എല്ലാ കൗൺസിലർമാരുടെ വാർഡിലും വേണ്ടത്ര വികസനം വന്നിട്ടുണ്ട്. അപ്പോൾ വികസനം എന്നുള്ള അർത്ഥം വെറും റോഡും തോടും അല്ല, മറ്റുള്ള കാര്യങ്ങളും കൂടി വരണം എന്നുള്ളതാണ് ഞങ്ങൾ ഇതാക്കിയത്. മറ്റൊന്ന്, എല്ലാ ജംഗ്ഷനിലും നല്ല ഹൈമാസ്റ്റ് സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു വലിയ നേട്ടം തന്നെയാണ്. പിന്നെ കുടുംബശ്രീ, കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ഇവിടെയുള്ളതെന്ന് അവകാശപ്പെടാവുന്ന ഒരു കുടുംബശ്രീ പ്രസ്ഥാനമാണ് കോഴിക്കോടുള്ളത്. വലിയ മാറ്റം സ്ത്രീ സമൂഹത്തിന് ഈ കുടുംബശ്രീയിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടാകും. കുറേ ടൈലറിങ് ആൻഡ് എംബ്രോയിഡറി യൂണിറ്റ്സ് ഉണ്ട്. അവിടെയൊക്കെ തന്നെ കഴിവുള്ള സ്ത്രീകൾക്ക് സാധാരണ ഒരു വീട്ടിൽ വെച്ചിട്ട് ഒരു സ്ത്രീ ചെയ്യാൻ അതിന് ഒരുപാട് പരിമിതി. നേരെ വെച്ചൊരു കൂട്ടായിട്ട് 5-8 ആൾ കൂടി അല്ലെങ്കിൽ 5-6 ആൾ കൂടിയിട്ട് അയൽക്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ ചെയ്യുകയാണെങ്കിൽ അതവർക്ക് നല്ല ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമാണ്. പക്ഷേ പഴയ മലബാറിൻ്റെ തലസ്ഥാനമായ കോഴിക്കോടിന് കൈവരേണ്ടിയിരുന്ന യഥാർത്ഥ വികസനം ഇതൊന്നുമല്ല എന്ന് പറയും പ്രതിപക്ഷം. നമുക്ക് കേൾക്കാം അവരുടെ ശബ്ദം കൂടി. 40 വർഷമായി ഈ നഗരത്തിലെ ഭരണം ജനങ്ങൾ മടുത്തിരിക്കുന്നു. തുടർച്ചയായി 40 വർഷം
ഈ നഗരസഭ ഭരിക്കുവാൻ അവസരം ലഭിച്ചിട്ടും ഈ നഗരവാസികളുടെ, ഇവരെ വോട്ട് ചെയ്ത് അധികാരത്തിൽ കൊണ്ടുവന്ന ജനങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്തുയരുവാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്നത് നിർഭാഗ്യകരമായ വസ്തുതയാണ്. മാത്രമല്ല, മുൻ ഭരണാധികാരികളെക്കുറിച്ച് മുൻ മേയറായിരുന്ന ഭാസ്കരൻ്റെ പേരിൽ 10-13 വിജിലൻസ് കേസുകൾ, അതും അഴിമതിയുമായി ബന്ധപ്പെട്ട വിജിലൻസ് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഡെപ്യൂട്ടി മേയറും ഒട്ടും പിന്നിലല്ല, 7 കേസുകൾ അദ്ദേഹത്തിനെതിരായി വന്നിരിക്കുന്നു. എൻ്റെ ആരാധ്യയായ ഗുരുനാഥ കൂടിയായിട്ടുള്ള ഇപ്പോഴത്തെ മേയറുടെ പേരിൽ പോലും വിജിലൻസ് കേസുകൾ നിലനിൽക്കുകയാണ്. ഈ നഗരം കോഴിക്കോടിനെക്കുറിച്ച് പറയുമ്പോൾ കൽക്കട്ട കഴിഞ്ഞാൽ ഫുട്ബോളിനോട് ഏറ്റവും കമ്പമുള്ള ഒരു സ്ഥലം കോഴിക്കോട് നഗരമാണ്. നമ്മുടെ കോഴിക്കോട്ടെ സ്റ്റേഡിയത്തിൻ്റെ പണിതീരാത്ത വീട് പോലെ വർഷങ്ങളോളം പണി പൂർത്തിയാകാതെ നീണ്ടുപോയത് ഈ നഗരവാസികൾ മറന്നുപോയിട്ടില്ല. അവസാനം കോഴിക്കോട്ട് വെച്ച് നാഷണൽ ഗെയിംസ് വന്ന ഒറ്റ കാരണം കൊണ്ട്, കേരളത്തിൽ വെച്ച് നടത്തുവാനിടയായ ആ ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് സ്റ്റേഡിയത്തിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കുവാൻ ഇന്ന് നമുക്ക് സാധിച്ചിട്ടുള്ളത്. ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെയും സ്ഥിതി മറിച്ചല്ല. നഗരത്തിലെ റോഡുകൾ ഈ കുണ്ടും കുഴിയുമായി ഉഴുതുമറിച്ച നിലം പോലെ കിടക്കുന്നു. പണ്ടൊക്കെ നഗരത്തിലുള്ള മാലിന്യങ്ങൾ ഞെളിയംപറമ്പിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയായിരുന്നു പതിവ്. എന്നാൽ ഇന്ന് നഗരത്തിലെ എല്ലാ പ്രദേശങ്ങളിലും മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്നു. എവിടെ നോക്കിയാലും മാലിന്യ കൂമ്പാരം നമുക്ക് കാണുവാൻ സാധിക്കും. കുടിവെള്ളം ഈ നഗരവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുരുതരമായ വലിയ ഒരു പ്രശ്നമായി കുടിവെള്ള പ്രശ്നം നിൽക്കുകയാണ്. അവർ ഉദ്യോഗസ്ഥന്മാർ സമരത്തിന് പോകുന്നു, അതുപോലെ തന്നെ സാധനങ്ങൾ കിട്ടാനില്ല, ബാക്കിയുള്ള സെക്ഷൻസ് സമരത്തിന് പോകുന്നു. ഈ സമരത്തിനൊക്കെ പോകുമ്പം ഉത്തരവാദപ്പെട്ട ആളുകൾ, ഭരിക്കുന്ന ആളുകൾ അവരെ വിളിച്ച് സംസാരിക്കുകയും ആ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യുകയും വേണം. ഇതൊന്നും ചെയ്യാതെ സമരമാണ് എന്ന് പറഞ്ഞാൽ കാര്യം നടക്കുമോ? ജനങ്ങൾ ബുദ്ധിമുട്ടല്ലേ? ഭരണപക്ഷ അവകാശവാദങ്ങൾക്കും പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾക്കും അപ്പുറത്ത്, അല്ലെങ്കിൽ കോടികൾ മുടക്കിയുള്ള കെട്ടിട നിർമ്മിതികൾക്കും കുടിവെള്ള പദ്ധതികൾക്കും മാലിന്യ നിർമ്മാർജ്ജന പ്രവൃത്തികൾക്കും അപ്പുറത്ത് നഗരം ശ്രദ്ധിക്കേണ്ടുന്ന മറ്റ് പലതുമുണ്ട്. നഗരവാസികളും നഗരവും ഒരുപോലെ കൊതിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന വികസന വൃത്തികൾ എന്തെല്ലാമാണ്? നഗരഭരണത്തെക്കുറിച്ച് ഒരു വിലയിരുത്തലിന് മുതിരാതെ ഇരിക്കുമ്പോഴും നഗരവികസനത്തെക്കുറിച്ച് തനിക്കുള്ള കാഴ്ചപ്പാടുകൾ മറ്റുള്ളവർക്ക് പ്രചോദനം ആകത്തക്ക രീതിയിൽ പങ്കുവയ്ക്കുകയാണ് ജില്ലാ കളക്ടർ എൻ പ്രശാന്ത്. ശുചിത്വവും അതുപോലെ പബ്ലിക് സ്പേസ് യൂട്ടിലിറ്റിയും ആയിരിക്കണം ഒരുപക്ഷെ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത 5 വർഷമൊന്നുമല്ല, 10 വർഷമായാലും ശരി, എപ്പോഴും പ്രയോറിറ്റി കൊടുക്കേണ്ടത് റോഡുകൾക്കും പിന്നെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിനും തന്നെ ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്നുള്ള നിലയ്ക്ക് പ്രധാനമായിട്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ചുമതലയും ഉത്തരവാദിത്വവും അധികാരവും ഒക്കെ അതിലാണ്. അപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ ഒട്ടനവധി ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അത് തരണം ചെയ്ത് നമുക്ക് ഒരു ശാശ്വതമായിട്ടുള്ള സൊല്യൂഷനിലേക്ക് പോകാൻ സാധിക്കണം എന്നുള്ള അത് ആയിരിക്കണം പ്രയോറിറ്റി. ഇത് തന്നെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വെച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ വന്ന് വീഴും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നഗരഭരണത്തിൻ്റെ പൊതുവായ ചില വിലയിരുത്തലുകൾ നമ്മൾ കണ്ടു, പൊതുവായ ചില ആക്ഷേപ ശബ്ദങ്ങൾ നമ്മൾ കേട്ടു. പക്ഷേ ഇനി നമുക്ക് അറിയേണ്ടുന്നത് നഗരത്തിൻ്റെ യഥാർത്ഥ ചിത്രം, നഗരത്തിൻ്റെ ഓരങ്ങളിൽ ഈ ഇത്തിരിവൃത്തത്തിന് പുറത്ത് എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞ വർഷം എന്നാണ്. സിറ്റി മീറ്റർ അന്വേഷിക്കുന്നു, ആ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ആ പട്ടികയിലേക്ക് റോഡുകളും മാലിന്യ നിർമ്മാർജ്ജന മാർഗങ്ങളും പദ്ധതികളും മാത്രമല്ല, വായനശാലകളെ കൂടി ചേർത്ത് വയ്ക്കുന്നു കുതിരവട്ടം ഡിവിഷന്റെ കൗൺസിലർ ചേമ്പിൽ വിവേകാനന്ദൻ. കുടുംബശ്രീയെയും റെസിഡൻസ് അസോസിയേഷനുകളെയും സംഘടിപ്പിച്ച് സാർത്ഥകം ആക്കിയ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ, വേസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാമുകൾ, ഇതിനൊക്കെ അപ്പുറത്ത് വേറെയുമുണ്ട് കുതിരവട്ടം ഡിവിഷനിൽ നിന്നുള്ള വികസന കാഴ്ചകൾ. കുതിരവട്ടം എന്ന് കേൾക്കുമ്പോൾ അറിയാതെ ഒരു നേർത്ത ചിരി പടരും ആരുടെ മുഖത്തും. മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ പേരിൽ എല്ലാവർക്കും അറിയാവുന്ന ആ പേരിന് പിന്നിൽ നഗരസഭാ വികസനത്തിന്റെ കാഴ്ചകളും കഥകളുമുണ്ട്. തദ്ദേശ വികസനത്തിന്റെ പതിവ് കാഴ്ചകളിൽ റോഡുകളും പാലങ്ങളും തോടുകളും പോലെ കണ്ണിൽപ്പെടുന്ന മാതൃകകൾക്കാവും എന്നും മുൻതൂക്കം. അതിനുമപ്പുറത്ത് ഏത് ജനതയുടെയും വിദ്യാഭ്യാസ സാംസ്കാരിക ഉന്നമനത്തിനും പൊതു ശുചിത്വത്തിനും ആരോഗ്യക്ഷേമത്തിനും പ്രാധാന്യം നൽകിയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാകാം എന്ന് കാട്ടിത്തരുന്നുണ്ട് കുതിരവട്ടം. അപ്പോഴും വിമർശനത്തിന്റെയും ആക്ഷേപങ്ങളുടെയും സ്വരങ്ങൾ ശരമുന പോലെ പാഞ്ഞടുക്കുന്നുമുണ്ട്.
ഏത് നഗരസഭയുടെയും ഏത് ഡിവിഷനും പോലെ തന്നെ ഗതാഗത സൗകര്യത്തിന്റെയും മാലിന്യ സംസ്കരണത്തിന്റെയും കാര്യത്തിൽ പിന്നാക്കം നിൽക്കുന്ന മേഖലകൾ പലതുമുണ്ട് ഈ ഡിവിഷനിലും. പാതി വഴിയിലായ പദ്ധതികളുണ്ട്, അംഗീകാരം കാത്തുകിടക്കുന്ന ആശയങ്ങളുണ്ട്. ഭരണത്തിന്റെ തുടർച്ചയിൽ പ്രതീക്ഷയർപ്പിച്ച് ഭരണപക്ഷവും ഇക്കുറി മാറ്റം ഉറപ്പെന്ന് പറയുന്ന പ്രതിപക്ഷവും അവസരത്തിന് കാത്തിരിക്കുന്ന BJPയും ചേരുമ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിറയുന്നത് അക്ഷരാർത്ഥത്തിലുള്ള രാഷ്ട്രീയ അംഗം തന്നെ. വാർഡ് 28-ൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുറവാണെങ്കിലും പ്രശസ്തമായി പ്രവർത്തിക്കുന്ന വായനശാലകൾ, സെൻഗുപ്ത, ദേശഭോഷി തുടങ്ങിയ വായനശാലകളുണ്ട്. അതേപോലെ തന്നെ എരവത്തക്കുന്നിൽ VK കൃഷ്ണമേനോൻ സ്മൃതിവനവും അതേപോലെ ഒരുപാട് പദ്ധതികളുണ്ട്. വാർഡ് 28-ലെ പ്രധാന പ്രശ്നം വെള്ളമായിരുന്നു. ആ വെള്ളം അവിടുത്തെ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം ഒരു വലിയ അളവ് വരെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം, മുൻ വർഷങ്ങളിലൊക്കെ ജീപ്പിൽ വെള്ളം കൊണ്ടുവന്ന് വിതരണം ചെയ്യാറുണ്ടായിരുന്നെങ്കിലും 2014-15 കാലഘട്ടത്തിൽ കോർപ്പറേഷൻ്റെയോ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ ഒരു ചില്ലി കാശ് പോലും ചെലവാക്കാതെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പൂർണ്ണമായി വെള്ളം കൊടുക്കാൻ കഴിഞ്ഞൊരു വാർഡാണത്. സ്നേഹസ്പർശം പദ്ധതി കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പിലാക്കിയപ്പോൾ 500,000 രൂപയിലേറെ പണം പിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞ ഒരു വാർഡാണത്. കൂടാതെ കിഡ്നി പേഷ്യൻസ് ആയിട്ടുള്ള 3 ആളുകൾക്ക് അവിടുത്തെ ആളുകളുടെ ജനകീയമായ പങ്കാളിത്തത്തോടുകൂടി ഏതാണ്ട് 10 ലക്ഷം രൂപയോളം 3 രോഗികൾക്ക് പിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വ്യക്തിഗതമായിട്ടുള്ള ആനുകൂല്യങ്ങൾ എന്നുള്ള രീതിയിൽ വീട് വെച്ച് കൊടുക്കാനും സ്ഥലം വാങ്ങിക്കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ചെറിയ ചെറിയ നിരവധി പദ്ധതികൾ കഴിഞ്ഞിട്ടുണ്ട്. വേസ്റ്റ് മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു നഗരത്തിൽ. അതിൻ്റെ ഭാഗമായി 250-ലേറെ പൈപ്പ് കമ്പോസ്റ്റുകൾ വാർഡിൻ്റെ വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒട്ടുമിക്കവാറും നല്ല രീതിയിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ അത് ഫങ്ഷൻ ചെയ്യാത്തതിൻ്റെ കാരണം വേണ്ട രീതിയിലുള്ള ക്ലാസുകൾ കൊടുക്കാത്തത് കൊണ്ടാണ്. പക്ഷേ വിവേകാനന്ദൻ എടുത്തു പറയുന്ന ഈ വായനശാലകളിൽ ഒന്നിൻ്റെ ഭരണസമിതി അംഗമായ NT സേതുമാധവൻ അങ്ങനെ അങ്ങ് സമ്മതിച്ചു തരില്ല. ഈ വികസനമെല്ലാം യാഥാർത്ഥ്യം ആണെന്ന്. വായനശാലകളെക്കുറിച്ച് മാത്രമല്ല, NT സേതുമാധവന് ഡിവിഷനിലെ റോഡുകളെക്കുറിച്ചുമുണ്ട് വലിയ പരാതികൾ. വ്യക്തിപരമായി നല്ല മനുഷ്യൻ എന്ന് കൗൺസിലറെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന സേതുമാധവൻ മറ്റൊരു കാര്യം കൂടി പറയുന്നു. ഒരു കൗൺസിലർക്ക് വ്യക്തിഗുണം മാത്രം പോരുന്നു. കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പറയുകയാണെങ്കിൽ അവിടെ വളരെ രൂക്ഷമായിട്ടുള്ള ഒരു ഭാഗമാണ് കള്ളിക്കുന്ന്. ഈ കള്ളിക്കുന്ന് ശുദ്ധജലത്തിന് അവിടെ ഒരു സ്കീമുണ്ട് നിലവിൽ. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കുമ്പോൾ ഉണ്ട് ആ സ്കീം അവിടെ. പക്ഷെ അത് വേണ്ടമാതിരി വിപുലപ്പെടുത്താനോ പ്രയോജനപ്പെടുത്താനോ പുതിയ കൗൺസിൽ വന്നതിന് ശേഷം കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ ഒരു ഉയർന്ന പ്രദേശം എന്നുള്ള നിലയ്ക്ക് എരവത്തൂന്ന് ആ ഭാഗത്തൊക്കെ ഉയർന്ന പ്രദേശമാണ്. അവിടെയും വെള്ളത്തിൻ്റെ കാര്യത്തിൽ വേണ്ടമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്താൻ കഴിഞ്ഞില്ല. പിന്നെ റോഡിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏറ്റവും ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്ന ഒരു റോഡാണ്. അതായത് വളയനാട് ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് ബൈപ്പാസിലേക്കുള്ള പടിഞ്ഞാറ് നടയിലുള്ള റോഡ്. ഇപ്പോഴും പോയി നോക്കിയാൽ, നേരിട്ട് പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ റോഡിൻ്റെ ഒരവസ്ഥ. ആ കൗൺസിൽ വന്ന അന്ന് മുതൽ ഇന്ന് വരെ ആ റോഡ് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ റോഡിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞു. പ്രതിപക്ഷ ഉപനേതാവ് കൂടിയായ വെള്ളയിൽ ഡിവിഷൻ കൗൺസിലർ K. മുഹമ്മദ് അലി ശ്രദ്ധയൂന്നിയത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലായിരുന്നു. അതിന്റെ നിരവധി മാതൃകകൾ വെള്ളയിൽ ഡിവിഷനിൽ നിന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു തരികയും ചെയ്തു. പ്രത്യേകിച്ച് ഗവൺമെന്റ് ഫിഷറീസ് സ്കൂൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യം മുഹമ്മദ് അലി എടുത്തു പറയുന്നു. അതുമാത്രമല്ല, റെയിൽ ഓര റോഡ് എന്ന ദീർഘകാല സ്വപ്നം സഫലമാകാതെ പോയതിന്റെ ഖേദവും കൂടി പങ്കുവയ്ക്കുന്നു അദ്ദേഹം. അക്ഷരത്തിൽ നിന്നാകുന്നു ഏത് വികസനത്തിന്റെയും ആദ്യ അധ്യായത്തിന് പിറവി. ആവശ്യങ്ങൾ എന്തെല്ലാമെന്ന് തിരിച്ചറിയാനും അവകാശങ്ങളെക്കുറിച്ച് വിരൽ ചൂണ്ടാനും കൂടി പഠിപ്പിക്കും സാമൂഹിക വിദ്യാഭ്യാസം. വികസനത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പങ്ക് തിരിച്ചറിയുന്ന ഇടതുമുന്നണിയുടെ 4 പതിറ്റാണ്ടത്തെ കോഴിക്കോടൻ ഭരണത്തിൽ ഈ ആധുനിക സങ്കല്പത്തിന്റെ മുദ്രകൾ വേണ്ടത്രയുണ്ട്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളുടെ തെളിഞ്ഞ കാഴ്ചകൾ നിറയെയുണ്ട് കോഴിക്കോട് നഗരസഭയുടെ വെള്ളയിൽ ഡിവിഷനിൽ. പക്ഷേ നഗരഭരണത്തിൽ പലയിടത്തും സംഭവിക്കാറുള്ള ചില രാഷ്ട്രീയ ഇടപെടലുകൾ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളിലും പ്രതിഫലിച്ചുവെന്ന് ഒരു പൊതു ആക്ഷേപം. പ്രതിപക്ഷ ഉപനേതാവിന്റെ തട്ടകമാകുമ്പോൾ ആ പറഞ്ഞതിൽ കാര്യമുണ്ടാകാൻ വഴിയുണ്ട്. പദ്ധതി വിഹിതത്തിൽ പാതി മാത്രം അനുവദിച്ചും തെരുവ് വിളക്കുകൾ നൽകാതെ വികസനത്തെ ഇരുട്ടിലാഴ്ത്തിയുമുള്ള ചില വികല രാഷ്ട്രീയ പരീക്ഷണങ്ങൾ ഇവിടെയും അരങ്ങേറിയത്രേ. തെരുവ് വിളക്കുകളില്ലാത്ത ഒരു നഗരസഭാ ഡിവിഷൻ ഇപ്പോഴും കേരളത്തിലുണ്ടെന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? അതും സ്ഥിരതാമസത്തിന് മികച്ച രാജ്യത്തെ 2ാമത്തെ നഗരമെന്ന പുരസ്കാരം നേടിയ കോഴിക്കോട്ട്. എൻ്റെ വാർഡിൽ ഞാൻ പ്രത്യേകമായി ഊന്നൽ നൽകിയത് വിദ്യാഭ്യാസ മേഖലയിലാണ്. ആകെ 2 സ്കൂളുകൾ മാത്രമേ എൻ്റെ വാർഡിലുള്ളൂ. 100% കടലോര മേഖലയുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ
തിങ്ങി വസിക്കുന്ന പുതിയ കടവ് പ്രദേശത്ത് ആകെയുള്ള ഒരു സ്കൂൾ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഫിഷറീസ് സ്കൂളാണ്. ആ സ്കൂളിൻ്റെ വികസനത്തിന് വേണ്ടി 50 ലക്ഷം രൂപയോളം നിലവിൽ ചെലവഴിച്ചു കഴിഞ്ഞു. ഇനി 40 ലക്ഷം രൂപയോളം സ്കൂളിൻ്റെ വികസനത്തിനായി വകയിരുത്തിയിരിക്കുകയാണ്. പ്രധാനമായും ഈ കാലയളവിൽ ആ സ്കൂൾ നിർമ്മിച്ചതിന് ശേഷം ഇപ്പോഴാണ് ആ സ്കൂളിലേക്ക് ഒരു വികസനത്തിൻ്റെ കാൽവെപ്പ് നടത്താൻ എനിക്ക് സാധിച്ചത് എന്നുള്ളത് ഞാൻ വളരെ അഭിമാനത്തോടു കൂടി കാണുകയാണ്. അതോടൊപ്പം തന്നെ വാർഡിൻ്റെ വിവിധ മേഖലകളിലുള്ള റോഡ് വികസനം, കൾവർട്ട് വികസനം, ഇതിലൊക്കെ എൻ്റേതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം 50% താഴെ മാത്രമേ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതി വിഹിതവും വാർഡ് ഫണ്ടും ചെലവഴിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളത് വളരെ വേദനാജനകവും ദുഃഖകരവുമാണ്. പാവപ്പെട്ട ആളുകൾ തിങ്ങി താമസിക്കുന്ന എൻ്റെ വാർഡിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വികസനത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ട തുക ചെലവഴിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ലജ്ജാകരമാണ്. അതുകൊണ്ട് തന്നെ വികസനത്തിൽ പരമാവധി പരിശ്രമിച്ചെങ്കിലും പലപ്പോഴും എല്ലാ വാർഡിലുമുള്ള വിഷയമാണ്. മേയറുടെ വാർഡിലുള്ള വെള്ളക്കെട്ട് നീക്കാൻ പോലും ഇതുവരെ 5 വർഷമായി സാധിച്ചിട്ടില്ല. എന്നാലും ചില വളരെ കാലങ്ങളായി നടക്കാത്ത ചില, പ്രത്യേകിച്ച് വെള്ളയിൽ റെയിലോര റോഡ് 6ാം ഗേറ്റിന് സമീപത്തു നിന്നും ഉള്ള റെയിലോര റോഡ് എന്നുള്ളത് ആ പ്രദേശത്തെ ആളുകളുടെ ചിരകാല സ്വപ്നമാണ്. അത് റെയിൽവേയുടെ സ്ഥലം കോർപ്പറേഷനുമായുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ആ റോഡ് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടെയുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു ഡ്രെയിനേജ് നിർമ്മിക്കാൻ നിരന്തരമായ ശ്രമത്തിലൂടെ ബഹുമാന്യനായ MP-യുടെയൊക്കെ സഹായത്തോടു കൂടി നിരന്തരമായ ശ്രമത്തിലൂടെ അവിടെ ഒരു ഡ്രെയിനേജ് നിർമ്മിക്കാനും വെള്ളക്കെട്ട് ഒഴിവാക്കാനും സാധിച്ചു. ജനങ്ങൾക്ക് നടന്നു പോകാനുള്ള സൗകര്യം ഉൾപ്പെടുത്തി ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ ആ പ്രദേശങ്ങളിലൊന്നും സ്ട്രീറ്റ് ലൈറ്റുകളില്ലായിരുന്നു. കഴിഞ്ഞ 60 വർഷമായി ആ പ്രദേശവാസികളുടെ ആവശ്യമായിരുന്നു സ്ട്രീറ്റ് ലൈറ്റ്, റെയിലോര റോഡിൽ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുക എന്നുള്ളത്. CPM-ൻ്റേതുൾപ്പെടെ നിരവധി കൗൺസിലർമാർ കടന്നു വന്നിട്ടും ഇതുവരെ പരിഹരിക്കാൻ കഴിയാതിരുന്ന ആ വിഷയം പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും അഭിമാനകരമായി കാണുകയാണ്. വെള്ളയിൽ ഡിവിഷനിൽ പേരിന് അല്പം വികസനം ഒക്കെ നടന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജിതനായ NC അഹമ്മദ്. വെള്ളയിൽ ഫിഷറീസ് UP സ്കൂൾ പിന്നോക്ക പ്രദേശത്ത് നിൽക്കുന്ന കുട്ടികളുടെ ഏക ആശ്രയമാണ്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. അവിടെ അല്പമൊരു വികസനം വന്നിട്ടുണ്ട്. അത് കൗൺസിലറുടെയോ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നുണ്ടായതല്ല. MLA പ്രദീപ് കുമാർ മുൻകൈ എടുത്തുകൊണ്ട് കുറേ പണം അനുവദിച്ചുകൊണ്ട് പുതിയ കെട്ടിടവും അല്പം അടിസ്ഥാന സൗകര്യവും വർദ്ധിപ്പിക്കാൻ അവിടെ സാധിച്ചിട്ടുണ്ട്. അല്ലാതെ കൗൺസിലറുടെ ഒരു പങ്കും അതിലില്ല. അവിടെ പ്രധാനപ്പെട്ട ഡ്രെയിന് ആവിക്കൽ തോടാണ്. ഏതാണ്ട് 7 കിലോമീറ്ററോളം നീളം വരുന്ന ആവിക്കൽ തോട്, അതിൻ്റെ വലിയൊരു ഭാഗം 66-ാം വാർഡിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൽ കഴിഞ്ഞ കൗൺസിലർ മാമുക്കോയ ഹാജി ഒരു 45 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ആ ഫണ്ട് ഇപ്പോഴും ഉപയോഗിക്കാതെ കെട്ടിക്കിടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ചെറിയ ഒരു മഴ പെയ്യുമ്പോൾ പോലും വെള്ളം പൊങ്ങി സമീപ പ്രദേശത്തുള്ള വീടുകളിൽ മുഴുവൻ വെള്ളം കയറി അവർ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു പരിഹാരം ലഭിക്കുന്നതിനാവശ്യമായ ഒരു നടപടിയും കൗൺസിലറുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ആ പ്രദേശത്ത് പോയി അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുമാത്രമല്ല, എല്ലാ വർഷവും മണ്ണെടുക്കുന്നതിന് വേണ്ടി അനുവദിക്കുന്ന ഫണ്ട് കൃത്യമായി വിനിയോഗിക്കാതെ ദുർവിനിയോഗം ചെയ്തു പോകുന്ന ഒരവസ്ഥയുമുണ്ട്. ഇപ്പോഴും ഒരു ചെറിയ മഴ പെയ്താൽ അവിടെ വെള്ളം കയറി പരിസരവാസികൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ്. 2.5 കോടി രൂപ മുടക്കി നിർമ്മിച്ച 2 പ്രധാന റോഡുകളുടെ വികസനം ആണ് മീൻചന്തയിലെ കൗൺസിലർ ഉഷാദേവി പറയുന്നത്. ഈ റോഡുകളുടെ നവീകരണം ഡിവിഷന്റെ മുഖച്ഛായ മാറ്റി എന്ന് ഉഷാദേവി അവകാശപ്പെടുന്നു. അതിനൊപ്പം തന്നെ സർക്കാർ സ്കൂളുകളിൽ ഡിജിറ്റൽ ക്ലാസ് മുറികൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തിയ ഒരു മികച്ച മാതൃക കൂടി പങ്കുവയ്ക്കുന്നു ഉഷാദേവി. പേരിന്റെ പഴക്കത്തിന് മീതെ നവീകരണത്തിന്റെ പരിശ്രമങ്ങൾ നന്നായി തെളിഞ്ഞു കാണും കോഴിക്കോട് നഗരസഭയിലെ മീൻചന്ത ഡിവിഷന്റെ മുഖചിത്രത്തിൽ. നഗരസഭ അധികൃതരുടെ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രകടഭാവമായി മാറുന്നു രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തിയ മീൻചന്തയിലെ ഗവൺമെന്റ് സ്കൂളുകളിലെ ക്ലാസ് മുറികൾ, മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ. അങ്ങനെ നീളുന്നു ഇവിടുത്തെ വികസന കാഴ്ചകൾ. എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. വളരെയധികം നിർമ്മാണ പ്രവർത്തനങ്ങളെ, അതോടൊപ്പം തന്നെ റോഡിൻ്റെ മൊത്തത്തിലുള്ള വികസനത്തിന്
ഒരു പങ്കാളിയാവാൻ വേണ്ടിയിട്ട് എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടി ഞാൻ ഓർക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ഞാൻ എന്നെ ഒരു കൗൺസിലറായിട്ട് 38-ാം വാർഡിൽ വരുന്ന സമയത്ത് ഒരുപാട് റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലുള്ള ഒരുപാട് റോഡുകളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട 2 റോഡുകളായിരുന്നു തിരുവണ്ണൂർ കോട്ടൺ മിൽ റോഡ്, അതോടൊപ്പം തന്നെ മിനി ബൈപ്പാസ് കണ്ണഞ്ചേരി മിനി ബൈപ്പാസ് റോഡ് എന്ന് പറയുന്നത്. ഈ 2 റോഡുകളും വലിയ വർക്കുകൾ ആവശ്യമുള്ളായിരുന്നു. പൂർണ്ണമായും പൊട്ടിപ്പൊളിച്ച ഒരു രീതിയിലായിരുന്നു കിടന്നിരുന്നത്. നമ്മളെ ബഹുമാനായ സ്ഥലം MLA-യും മന്ത്രിയുമായ ശ്രീ മുനീറിൻ്റെ ഡോക്ടർ മുനീർ MKയുടെ വലിയ ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റോഡിന് തിരുവണ്ണൂർ കോട്ടൺ മിൽ റോഡിന് 1,65,00,000 നമുക്ക് ലഭിച്ചത്. അതോടൊപ്പം തന്നെ കണ്ണഞ്ചേരി മിനി ബൈപ്പാസ് റോഡിന് 1.5 കോടിയോളം രൂപ ലഭിച്ചു. വളരെ ഇപ്പം നിങ്ങൾക്ക് പോയി നോക്കിയാൽ അറിയാൻ പറ്റും, വളരെ ജനങ്ങൾക്ക് എളുപ്പത്തിൽ ഒരു ബൈപ്പാസ് റോഡ് എന്ന നിലയിൽ നമ്മൾ കണ്ണഞ്ചേരി മിനി ബൈപ്പാസ് റോഡ് നിർമ്മാണം പൂർത്തിയായി സഞ്ചാരയോഗ്യമാക്കി തീർത്തു. അതോടൊപ്പം തന്നെ നഗരസഭയുടെ പദ്ധതികളിൽ ഉൾപ്പെടുത്തി പ്ലാൻ ഫണ്ടിലും വാർഡ് ഫണ്ടിലും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മീൻചന്ത, തിരുവണ്ണൂർ, കണ്ണഞ്ചേരി പ്രദേശങ്ങളിലെ ചെറിയ ചെറിയ കട്ട് റോഡുകൾക്ക് അതിൻ്റെ നിർമ്മാണം പൂർത്തിയാകുവാനും എല്ലാത്തിനുള്ള സൗകര്യം ലഭിച്ചു. മാതൃകാപരമായ ഈ പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞെങ്കിലും ഡിവിഷനിലെ തെരുവുനായ ശല്യം പരിഹരിക്കാൻ താൻ കൊണ്ടുവന്ന ഒരു പദ്ധതി ജനങ്ങളുടെ തെറ്റിദ്ധാരണ മൂലം എങ്ങനെ നടക്കാതെ പോയി എന്നുകൂടി ഉഷാദേവി വിശദീകരിക്കും. ശരിക്കും ആളുകളുടെ കുട്ടികളൊക്കെ പുറത്തേക്ക് ഇറങ്ങിച്ചാൽ അമ്മമാരുടെയൊക്കെ ഭയാശങ്കകൾ ഒന്നുകൂടി ഇരട്ടിപ്പിക്കുന്ന രീതിയിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ തെരുവുനായ്ക്കൾ ഓടിച്ചാടി കടിക്കുന്ന ഒരു പ്രവണതയിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഇവിടെ നമ്മൾ ഈ കോഴിക്കോട് കോർപ്പറേഷൻ നമുക്ക് ABC പ്രൊജക്റ്റ് എന്ന് പറയുന്ന ആനിമൽ ബെർത്ത് കൺട്രോൾ എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റിന് അത് ശരിക്കും അതിനെയും അതിൻ്റെ നമ്മൾ ശരിക്കും ഒരു ഇനോഗ്രേഷൻ കഴിഞ്ഞു എന്നല്ലാതെ നമ്മൾ ABCയുടെ ഇനോഗ്രേഷനും ഉദ്ഘാടനവും വലിയൊരു ചടങ്ങായിട്ട് കഴിഞ്ഞു. പക്ഷേ അതിന് തുടർ നടപടികൾ കൃത്യമായി ചെയ്യാത്തത് കൊണ്ട് ഇന്നും നമുക്കതൊരു പ്രശ്നമായി തന്നെ നിലനിൽക്കുകയാണ്. ഇങ്ങനെ ആളുകൾക്ക് അത്യന്താപേക്ഷിതമായ പ്രധാനപ്പെട്ടതിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ പരിഹാര മാർഗങ്ങൾ കണ്ടുപിടിക്കുവാനും അത് കൃത്യമായും അത് ആവിഷ്കരിക്കുവാനും കഴിയാത്തതുകൊണ്ട് ജനം ആകെ അങ്കലാപ്പിൽ തന്നെയാണ്. ഇത്തരം ചില പാളിച്ചകൾ കൂടി തുറന്ന് സമ്മതിക്കുമ്പോഴും അവകാശവാദങ്ങൾ നിരത്തുന്ന കൗൺസിലറോട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ എതിരാളിയുടെ ചോദ്യം ഇതാണ്: പ്രകടന പത്രികയിലെ ഒരൊറ്റ വാഗ്ദാനമെങ്കിലും പാലിക്കാൻ കഴിഞ്ഞുവോ ഈ കൗൺസിലർക്ക്? ഉഷാദേവി ടീച്ചർ പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ യാതൊരു കാര്യവും ഈ വാർഡിനകത്ത് നടത്തിയില്ല എന്നുള്ളത് വളരെ വ്യക്തമായൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ തൊട്ടു മുമ്പത്തെ കൗൺസിലറെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാർഡിനകത്ത് ഉഷാദേവി ടീച്ചറെ കാണാൻ പോലും പറ്റാത്തൊരു സ്ഥിതിവിശേഷമുള്ളത്. പിന്നെ ഒരു ഉദ്ഘാടനം, അതുപോലെ മരണം, വിവാഹം, ഈ സമയത്ത് ഒരു അതിഥിയെപ്പോലെ കയറി വന്ന് തിരിച്ചു പോകുന്ന ഒരു പ്രവർത്തനം, ഒരു വാർഡ് കൗൺസിലറുടേതായിട്ടുള്ള യാതൊരു പ്രവർത്തനവും ടീച്ചർ ഈ ജനങ്ങൾക്ക് വേണ്ടി ഈ വാർഡിനകത്ത് നടത്തിയിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് തൊട്ട് മുമ്പ് ഉള്ള കൗൺസിലർ 1.5 കോടി രൂപയുടെ അത്രയും വികസന പ്രവർത്തനങ്ങൾ നടത്തി. എന്നാൽ ഈ 5 വർഷക്കാലം കൊണ്ട് ഈ മീൻചന്ത വാർഡിനകത്ത് എടുത്തു പറയത്തക്ക യാതൊരു പ്രവർത്തനവും ഉഷാദേവി ടീച്ചർ നടത്തിയിട്ടില്ല. നഗരസഭയിലെ വെള്ളയിൽ, മീൻചന്ത ഡിവിഷനുകളിലെ ചില വികസന കാഴ്ചകളിലൂടെയാണ് നമ്മൾ സിറ്റി മീറ്റർ ഇതുവരെ സഞ്ചരിച്ചത്. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് നഗരസഭയുടെ അവഗണനയ്ക്കും തനിക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾക്കും എതിരെ പ്രതിഷേധ സൂചകമായി ഒരു കൗൺസിലർ കൈഞ്ഞരമ്പ് മുറിച്ച് മേയർക്ക് മുന്നിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. CS സത്യഭാമയുടെ ഈ കണ്ണീരാർന്ന അനുഭവം അന്ന് വാർത്തകളിലെല്ലാം ഇടം പിടിച്ചു. പക്ഷേ എന്തായിരുന്നു അന്ന് യഥാർത്ഥത്തിൽ അത്താണിക്കൽ ഡിവിഷനിൽ സംഭവിച്ചത്? അന്ന് നടന്നതും നമ്മൾ കാണാതെ പോയതുമായ കാഴ്ചകളിലേക്ക് സത്യഭാമ തന്നെ നമ്മളെ ക്ഷണിക്കും. നഗരസഭാ ചരിത്രത്തിൽ സത്യഭാമ എന്നത് വെറുമൊരു പേരല്ല, അതൊരു പ്രതിഷേധത്തിന്റെ മൂർച്ചയുള്ള മുഖം കൂടിയാണ്. പ്രതിപക്ഷ വാർഡുകളോടുള്ള അവഗണനയുടെ കഥകൾ നമുക്ക് പല നഗരസഭകളിൽ നിന്നും കേൾക്കാം. പക്ഷേ ആ അവഗണനയുടെ ശ്വാസമുട്ടലിൽ നഗരസഭാ കാര്യാലയത്തിൽ മേയറുടെ മുറിയിലെത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഒരു കൗൺസിലറുടെ കഥ അത്താണി ഡിവിഷനിൽ നിന്നു മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. അവഗണനയ്ക്കൊപ്പം അഴിമതി ആരോപണങ്ങൾ കൂടി ഉയർന്നാലോ? അഭിപ്രായ ഭിന്നതകൾക്കും പക്ഷാന്തരങ്ങൾക്കുമെല്ലാം അപ്പുറത്ത് നമ്മുടെ ഭരണസഭകളിൽ സ്ത്രീകൾ നേരിടുന്ന ചില കൈപ്പാർന്ന അനുഭവങ്ങളുടെ കൂടി നേർസാക്ഷ്യമാകുന്നു സത്യഭാമയുടെ കഥ. ഇതുപോലെ ആരുമറിയാത്ത അനുഭവ സാക്ഷ്യങ്ങൾ വേറെയും കാണുമായിരിക്കും. പക്ഷേ പുറത്തു വന്ന കഥ അത്താണിക്കലിൽ നിന്നാണ്. 5 വർഷമായിട്ട് എൻ്റെ വാർഡിൽ റോഡുകൾ, ഒരുവിധം എല്ലാ റോഡുകളും ഞാൻ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും അധികം പ്രശ്നം ഉണ്ടായിട്ടുള്ള ഒരു റോഡാണ് ഈസ്റ്റിൽ അത്താണിക്കൽ റോഡെന്ന് പറഞ്ഞാൽ ഗസ്റ്റ് ഹൗസിൻ്റെ താഴെയായിട്ടുള്ള ഒരു റോഡാണ്.
അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഫുള്ളായിട്ട് ഒരു 700 മീറ്റർ നീളമുള്ള അതിന് 50 ലക്ഷത്തിൻ്റെ വർക്ക് വേണമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ അത് ഞാൻ 3 ഘട്ടമായിട്ട് എൻ്റെ വാർഡിലെ ഏറ്റവും വലിയ പ്രശ്നമുള്ള റോഡാണ്. അത് ഏകദേശം ഒരു നല്ല രീതിയിൽ പണിയെടുത്ത് തീർന്നിട്ടില്ല. അത് തീരാതിരിക്കാനുള്ള കാരണം കൂടി ഒന്ന് പറഞ്ഞുതരാം. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വാർഡിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കോൺട്രാക്റ്റ് എടുത്തു തരുന്നത് പിന്നെ നല്ല കോൺട്രാക്ടർമാരായിരുന്നു. പക്ഷേ ഈ അവസാനത്തെ ഈ പ്രവർത്തനം എൻ്റെത് കോൺട്രാക്റ്റ് എടുത്ത് ഒരാൾ 1% കുറച്ചെടുത്തിട്ട് ഒരു കോൺഗ്രസ്സുകാരൻ എടുത്തിട്ട് എനിക്ക് ബുദ്ധിമുട്ടിക്കേണ്ടി വന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം. പണി തീരേണ്ട സമയമായി, പക്ഷേ പണി തീരേണ്ട സമയമായിട്ടും ആ പിന്നെ വർക്ക് അവിടെ മുഴുവനാവാതെ കിടക്കുകയാണ്. എന്നെ ഏറ്റവും വിഷമിച്ചിട്ടുള്ള പ്രശ്നം അത് മാത്രമാണ്. ബാക്കി എല്ലാ റോഡുകളും ഒരുവിധം എല്ലാ റോഡുകളും നല്ല രീതിയിൽ ചെയ്യാത്ത ഒരു 30-40 എല്ലാം റോഡുകൾ ഡ്രെയിനേജ് ഫുട്പാത്ത് അടക്കം ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എടക്കാട് തോടുണ്ടായിരുന്നു. ആ തോടെന്ന് പറഞ്ഞാൽ പണ്ട് മലബാർ പാക്കേജിൽ MLA ചെയ്തു തന്നതാണ്. ആ റോഡ് കുറേ കാലമായിട്ട് ആ തോടിൻ്റെ അവിടെ ഉറങ്ങിക്കിടക്കുമായിരുന്നു. അതൊരു ജനസമ്പർക്ക പരിപാടിയിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്തുകൊണ്ട് അത് ആ ഉറങ്ങിക്കിടന്ന ഫയലൊന്ന് ഉണർത്താൻ കഴിഞ്ഞു എന്നുള്ള. ഇപ്പോൾ അവിടെ ഒരുവിധം പണി കഴിഞ്ഞു, എൻ്റെ വാർഡിലേക്ക് പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേമകാര്യ പ്രവർത്തനങ്ങൾ, പെൻഷനുകൾ ഒരുവിധം 1500-2000 പെൻഷനുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 ബാങ്ക് ജപ്തികളാണ് മുഖ്യമന്ത്രിയോട് ഇടപെട്ടുകൊണ്ട് അതൊന്ന് ഒഴിവാക്കിയിട്ട് അവരെ രക്ഷപ്പെടുത്തി കൊടുത്തത്. പിന്നെ ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വളരെയധികം ആൾക്കാർക്ക് ക്ഷേമകാര്യ സഹായങ്ങൾ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മാക്സിമം എനിക്ക് മേടിച്ചു കൊടുക്കാൻ കഴിയും. അത് എൻ്റെ വാർഡിലുള്ളത് മാത്രമല്ല, അടുത്തുള്ള മറ്റുള്ള എല്ലാ ഭാഗത്തും എല്ലാ ജനസമ്പർക്ക പരിപാടി 4 ജനസമ്പർക്ക പരിപാടി സജീവമായിട്ടുണ്ടായിരുന്നു. ആദ്യം തൊട്ട് അവസാനം വരെ മുഖ്യമന്ത്രി പോയതിന് ശേഷം മാത്രമാണ് ഞാൻ പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും. പക്ഷേ എനിക്ക് ഏറ്റവും പ്രശ്നമുണ്ടാക്കിയത് മിനി അത്താണിക്കൽ ബൈപ്പാസ് എന്ന് പറഞ്ഞ മിനി റോഡുണ്ട്. ആ റോഡ് ഒരു 3-4 സഖാക്കൾ മണ്ണിട്ടിട്ട് വെള്ളം പോകുന്ന വഴി അടച്ചിട്ട് അതിന് എനിക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഇവിടെ കോഴിക്കോട് കോർപ്പറേഷൻ ഞാൻ 2-3 പ്രാവശ്യമായിട്ട് ശ്രദ്ധ ക്ഷണിക്കൽ കൊണ്ടുവന്നിട്ട് അതിനുള്ള ഒരു മറുപടിയും കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഓംബുഡ്സ്മാൻ വിധി വന്നിട്ട് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതിലെനിക്ക് വിഷമം എന്താണെന്ന് വെച്ചാൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് എനിക്കൊരു സഹായം കിട്ടിയില്ല എന്നുള്ളതാണ്. സ്വന്തം പാർട്ടി സഹായം കിട്ടിയില്ല. ഞാൻ എൻ്റെ ഒരു ആത്മഹത്യാ ശ്രമത്തിലും കൂടിയും അതിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇന്നും അത് ഏറ്റവും മോശമായിട്ട് കിടക്കുകയാണ്. പക്ഷേ അതിന് ശേഷം ഒരു കാര്യമുണ്ടായി. എൻ്റെ ഈ വിഷമങ്ങൾ കണ്ടിട്ട് ഇടതുപക്ഷമുള്ള കൗൺസിലർമാർ എന്നോട് ചോദിച്ചു, കൗൺസിലറെ ഞങ്ങൾ എന്ത് സഹായമാണ് ഞങ്ങൾക്ക് തരേണ്ടതെന്നുള്ളത്. പക്ഷേ അപ്പോഴത്തേക്ക് നേരം വൈകിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ പരിഹരിക്കാത്ത പ്രശ്നം ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. അവരെന്തെങ്കിലും ചെയ്യുമോ? മേയർ എന്നോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. മേയർക്കും മനസ്സിലായി പിന്നെ അത് തെറ്റാണ് നടന്നിട്ടുള്ളതെന്ന്. പക്ഷേ ഇതിലൊക്കെ കൂടുതൽ എന്നെ വിഷമിക്കുന്ന വേറെ സംഭവം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, ഒരു ഗ്ലാസർ സംഭവം കോഴിക്കോട് കോർപ്പറേഷനിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെടേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നും എന്നെ രക്ഷിച്ചത് എൻ്റെ പിന്നിൽ വന്നിട്ട് മൂഴിക്കൽ ഇടതുപക്ഷത്തിൻ്റെ കൗൺസിലർ ഹമീദ് ഉണ്ടായിരുന്നു. ഹമീദ് പറഞ്ഞു സത്യഭാമയല്ല എന്നുള്ളത്. അത്ര പോലും എൻ്റെ ഭാഗത്തുള്ള ഒരാൾക്കാർക്ക് അത് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വാർഡിന് വേണ്ടിയിട്ട് എനിക്ക് പറയാൻ പറ്റും, ഏറ്റവും നല്ല പ്രവർത്തനം നടത്തിയിട്ടുള്ള വാർഡാണ് എൻ്റേത് എന്നുള്ളത് എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. അത്താണിക്കൽ ഡിവിഷനിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്ന് അവകാശപ്പെടുന്ന CS സത്യഭാമയ്ക്ക് പക്ഷേ എതിരാളിയുടെ ഒരു ചോദ്യത്തിന് മറുപടിയില്ല. ഈ വികസനത്തിൻ്റെ അടയാളങ്ങൾ ഡിവിഷനിൽ ചൂണ്ടിക്കാണിക്കാമോ എന്ന ചോദ്യത്തിന്. പക്ഷേ പഴയ ഭരണസമിതികളുടെ കാലത്തെ പഴയ കൗൺസിലർമാരുടെ ഭരണ നേട്ടങ്ങളുടെ പങ്ക് പറ്റുക മാത്രമാണ് സത്യഭാമ ചെയ്യുന്നതെന്ന് ആരോപിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട CPM-ലെ ശ്രീജ. എന്ന് മാത്രമല്ല, കുടുംബശ്രീ യോഗങ്ങൾക്ക് ക്ഷണിച്ചാൽ പോലും കൗൺസിലർ അതുവഴി തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള ആരോപണവുമുണ്ട് ശ്രീജയ്ക്ക്. അത്താണിക്കൽ വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിൻ്റെ ശേഷവും അവിടെ വികസനത്തിലുണ്ടാകുന്ന ഒരു ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു നിലവാരത്തിലേക്ക് ഉയരാൻ അവർക്ക് പറ്റിയിട്ടില്ല. കാരണം നിലവിൽ ആദ്യം തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് അവിടെ പൊളിഞ്ഞു കിടക്കുന്ന റോഡുകൾ, നിലവിൽ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ, ഡ്രെയിനേജിൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തന്നെ പരിഹരിക്കപ്പെടേണ്ടതുണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഇപ്പോഴും അതേപടി തുടരുന്ന ഒരു സ്ഥിതിയാണ് കാണാൻ പറ്റുന്നത്. അന്നത്തെ ഒരു മുഖച്ഛായയിൽ നിന്നും ഒരു മാറ്റവും വരുത്താൻ ഈ കഴിഞ്ഞ 5 വർഷ കാലയളവിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത്താണിക്കൽ വാർഡിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇങ്ങനെ വികസനത്തിന്റെ കാഴ്ചകൾ നീളുമ്പോൾ, ഡിവിഷനുകളിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുമ്പോൾ, നഗര വികസനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റു ചില പ്രധാന കാര്യങ്ങൾ കൂടിയുണ്ട്. ആയിരക്കണക്കിന് വ്യാപാര സ്ഥാപനങ്ങളുടെ നഗരം കൂടിയാണ് കോഴിക്കോട്. ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് അവരുടെ പ്രശ്നങ്ങളിലേക്ക് നമുക്ക് കണ്ണയക്കാതെ ഇരുന്നുകൂടാ. കോഴിക്കോട്ടെ ആയിരക്കണക്കിന് വ്യാപാര സ്ഥാപനങ്ങളിലെ സ്ത്രീ ജീവനക്കാർക്ക് ഒന്ന് ഇരുന്ന് വിശ്രമിക്കാൻ ഉള്ള സൗകര്യത്തിനു വേണ്ടി പോരാട്ടം നടത്തിയ വിജയുടെ ശബ്ദം നമുക്ക് കേൾക്കാതിരിക്കാനാവില്ല. സ്ത്രീകൾക്ക് പ്രാഥമിക സൗകര്യങ്ങൾക്ക് പോലും അവസരം നിഷേധിക്കുന്ന തൊഴിൽ ഉടമകളുടെ ധിക്കാരത്തിനെതിരെ എന്തു ചെയ്തു ഈ നഗരസഭ?
ഞങ്ങൾ പറയുന്നത് ഇനിയെങ്കിലും ഇത്തരം സർക്കാർ LDF സർക്കാർ വരികയാണെങ്കിൽ ഈ തൊഴിലാളികൾക്കും തൊഴിലാളി സ്ത്രീകൾക്കും വേണ്ട എല്ലാവിധ ജോലി അധ്വാനിച്ച് മുന്നോട്ട് ഉപജീവനമാർഗം നടത്തുമ്പോൾ അതിനുവേണ്ട എല്ലാ സൗകര്യം ഒരുക്കാൻ കോഴിക്കോട് കോർപ്പറേഷൻ തയ്യാറാവണമെന്നാണ് പറയുന്നത്. ഇത്തരം തൊഴിലാളി പ്രശ്നത്തിലും തൊഴിലാളി സ്ത്രീകളുടെ പ്രശ്നത്തിലും അല്പമെങ്കിലും ശ്രദ്ധ കൊടുക്കാൻ ഈ കോഴിക്കോട് കോർപ്പറേഷന് പറ്റണം. അത് LDF സർക്കാരാണെങ്കിൽ. അല്ലാതെ ഇനി വരുന്ന LDF സർക്കാരിൻ്റെ മേയർ ഈ തരത്തിൽ ഒരു കച്ചവട രീതിയിൽ കാണുന്ന ഒരു മേയറായി തീരരുത്. അല്ലെ കോർപ്പറേഷനെ ഒരു കച്ചവടവൽക്കരിക്കുന്ന രീതിയിൽ ഈ നഗരത്തെ കാണാൻ പറ്റുന്ന ഒരു മേയറെ ഇവിടെ വെക്കരുത് എന്ന് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പറയാനുണ്ട്. നഗരഭരണത്തിലും നഗരവികസനത്തിലും ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. റോഡ് വികസനവും മാലിന്യ നിർമ്മാർജ്ജനവും കഴിഞ്ഞാൽ നഗരസഭകളുടെ ചർച്ചയിൽ ഏറ്റവും ഗുരുതരമായ വിഷയമായിരിക്കുന്നു തെരുവുനായ ശല്യം. നഗര ഗ്രാമീണ മേഖലകളിൽ ജനജീവിതത്തിന് ഭീഷണിയായി കൂട്ടം ചേർന്ന് അലഞ്ഞു നടക്കുന്ന തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരുടെ എണ്ണം ദിനവും വർദ്ധിച്ചുവരുന്നു. സംസ്ഥാന മന്ത്രിസഭായോഗം പലവട്ടം സമ്മേളിച്ചിട്ടും തെരുവുനായ്ക്കളെ വന്ധ്യംകരിക്കുന്നതിനും പെരുകുന്ന നായശല്യം നിയന്ത്രിക്കുന്നതിനുമുള്ള പൂർണ്ണ അധികാരം തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് എന്ന കൈകഴുകലിൽ തീരുന്നു എല്ലാം. തെരുവുനായ്ക്കളെ കൊല്ലുന്നത് നിരോധിച്ചുകൊണ്ടുള്ള കേന്ദ്ര നിയമത്തിന്റെ പേരിലാണ് പേടിപ്പിക്കലല്ല. പക്ഷേ ആക്രമണകാരികളായ മൃഗങ്ങളെ പിടികൂടി കൊല്ലുന്നതിന് ഈ നിയമം ഒരു തടസ്സമല്ലെന്ന് ഹൈക്കോടതി പലവട്ടം വ്യക്തമാക്കിയിട്ടും നമ്മുടെ നഗരസഭകൾക്ക് അനക്കമൊന്നുമില്ല. ഭീതി പരത്തുന്ന നായ്ക്കളെ നാട്ടുകാർ തന്നെ സംഘടിച്ച് വകവരുത്തുന്നതിന്റെ വാർത്തകളും ദിവസവും പുറത്തുവരുന്നു. തെരുവുനായ്ക്കളെ പിടികൂടി വന്ധ്യംകരിച്ച് അതേ സ്ഥലത്ത് തിരികെ വിടണം എന്നാണ് നിയമം. പക്ഷേ നായ്ക്കളെ പിടികൂടാനോ വന്ധ്യംകരിക്കാനോ വേണ്ടത്ര സൗകര്യമില്ലാത്ത തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇക്കാര്യത്തിൽ എന്തു ചെയ്യാൻ കഴിയും എന്നാണ് ഭരണക്കാരുടെ ചോദ്യം. പ്രശ്നപരിഹാരത്തിന് ഒരു വഴി തെളിഞ്ഞു വരുമ്പോൾ അതെല്ലാം മുട്ടാപ്പോക്കിൽ മുടങ്ങിപ്പോകുന്നതിനുമുണ്ട് കോഴിക്കോട്ട് നിന്ന് ഒരു ഉദാഹരണം. കോഴിക്കോട് നഗരസഭയിലെ പൂളക്കടവ് ഡിവിഷനിൽ തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാൻ താൻ നടത്തിയ പരിശ്രമങ്ങൾക്ക് നേരിട്ട തിരിച്ചടിയെക്കുറിച്ച് സംസാരിക്കുകയാണ് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ കൂടിയായ കൗൺസിലർ ജാനമ്മ കുഞ്ഞുണ്ണി. നമുക്ക് കേൾക്കാം ഏത് നഗരസഭയ്ക്കും ശ്രദ്ധാവിഷയം ആക്കാവുന്ന ഈ വാക്കുകൾ. നായ്ക്കളെ പിടിക്കുന്നതും പിടിച്ചവരെ സംരക്ഷിക്കണം. സംരക്ഷിച്ചത് ആൻറ്റി റാബീസ്, ആൻറ്റി ബർത്ത് കുത്തിവയ്പ്പ് നടത്തണം. വീണ്ടും അവരെ സംരക്ഷിക്കണം. എന്നിട്ട് അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭംഗം വരാതെ അവർ എവിടെ നിന്ന് പിടിച്ച് അവിടെ കൊണ്ടിടണമെന്നാണ് വ്യവസ്ഥ. അതാണ് ഇവിടെ നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല ശ്രമം നടത്തി. അതിന് നമ്മുടെ തൊഴിലാളികളെ കണ്ടെത്തി അവരെ ഊട്ടിയിൽ 12 ദിവസം 8 ആളെ കണ്ടെത്തി ഊട്ടിയിൽ കൊണ്ടുപോയി 12 ദിവസത്തെ ട്രെയിനിങ് നടത്തി. അവരെ ABC പ്രോജക്റ്റ് അസിസ്റ്റൻസ് എന്നാണ് പറയുക, നായ് പിടുത്തക്കാരെന്നല്ല. ഡോഗ് ക്യാച്ചർ എന്ന് പറയാൻ പാടില്ല, ABC പ്രോജക്റ്റ് അസിസ്റ്റൻസ് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ആ നടപടികളൊക്കെ നടത്തി ആ പൈലറ്റ് പ്രോജക്റ്റ് ചെയ്തത് നമ്മുടെ ഹെൽത്ത് കമ്മിറ്റിയിൽ നിന്നാണ്. ആ ഹെൽത്ത് കമ്മിറ്റിയിൽ നിന്ന് പൈലറ്റ് പ്രോജക്റ്റിൽ നടത്തിയപ്പോഴാണ് ആസൂത്രണ വിഭാഗം പറഞ്ഞത് ഇത് ചെയ്യേണ്ടത് ഹെൽത്തല്ല, ഞങ്ങളാണ് മൃഗസംരക്ഷണം എന്ന് പറഞ്ഞൊരു വിവാദം വന്നു. അതേസമയത്ത് പൂളക്കടവിൽ എൻ്റെ വാർഡിൽ കോഴിക്കോട് കോർപ്പറേഷന് 4-5 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ സെക്രട്ടറിയും ഞാനും എല്ലാം കൂടെ പോയിട്ട് ആ സ്ഥലമൊക്കെ കണ്ട് അവിടെ ഒരു കെട്ടിടമുണ്ട്, അതൊക്കെ റിനോവേറ്റ് ചെയ്ത് നല്ലൊരു ചുറ്റുമതിലൊക്കെ നടത്താൻ ഈ പട്ടിയെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ സാമൂഹ്യമായിട്ട് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയമാണ്. അത് പത്രത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നാട്ടുകാരിളവും. ഇത് പത്രത്തിലൊന്നും കൊടുക്കാതെ വളരെ നിശബ്ദമായിട്ട് ആ പ്രവർത്തനം നടത്താൻ ഞങ്ങൾ ആലോചിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പ്രോജക്റ്റ് കൊണ്ടുപോയിട്ട് ആസൂത്രണ സമിതി കൊണ്ടുപോയത്. എന്നിട്ട് ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേയർ, ഡെപ്യൂട്ടി മേയർ, ഹെൽത്ത് മരാമത്ത് ചെയർമാൻ, ആസൂത്രണ സമിതി അധ്യക്ഷ അനിതാ രാജൻ ഇവരെല്ലാം കൂടെ അവിടെ പോയിട്ട് ഒരു വലിയ വാർത്ത വന്നപ്പോൾ നമ്മുടെ ഷംസുവിൻ്റെയൊക്കെ തന്നെ അയലത്താണ് ഈ സംഭവം വരുന്നത്. നാട്ടുകാരിളവി, പട്ടി വരാൻ പോകുന്നു, പട്ടി ഇവിടെ കടിക്കും, പട്ടി ചാവുക, അവരുടെ കുഴിച്ചിടും, നമ്മുടെ വെള്ളം മോശമാവും. പുഴവക്കത്താണ്, പൂളക്കടവ് പുഴയുടെ വക്കിനാണ്. അപ്പോൾ നാട്ടുകാരിളവിയതോടുകൂടി തന്നെ അവിടെ സംഘടിക്കാൻ തുടങ്ങി. പ്രദേശം സംരക്ഷണ സമിതി ഉണ്ടാക്കിയപ്പോൾ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും താല്പര്യം ഉണ്ടാവില്ലേ? അത് യോജന പ്രസ്ഥാനങ്ങൾക്ക് താല്പര്യം ഉണ്ടായി. അവർ സംഘടിക്കാൻ തുടങ്ങി. അവർ രാഷ്ട്രീയമായിട്ട് നേരിട്ടും തൽക്കാലം ആ പദ്ധതി ഒന്ന് നിർത്തിവെക്കാൻ പറഞ്ഞു. അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഭരണപക്ഷ അവകാശവാദങ്ങളും പ്രതിപക്ഷ ആരോപണങ്ങളും ഇങ്ങനെ തുടരുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ജനശബ്ദം? കോഴിക്കോട് കോർപ്പറേഷനിലെ 57 വാർഡാണിത്. 57 വാർഡിൻ്റെ അവസ്ഥയാണിത്. ഒരു കോഴിക്കോട് കോർപ്പറേഷനിൽ 1.25 ലക്ഷം റുപ്യ കൊടുത്തിട്ട് കൊല്ലം ഡ്രെയിനേജ് ക്ലീൻ ചെയ്യാൻ ആകെ ഒരു വാർഡിനുള്ള 1.25 ലക്ഷം രൂപ. ഈ 1.25 ലക്ഷം രൂപ 5 വർഷമായിട്ട് ഈ ഇവിടുത്തെ കൗൺസിലർ എന്ത് ചെയ്തെന്ന് പോലും ആളുകൾക്ക് അറിയില്ല. എല്ലാ വർഷവും മണ്ണെടുക്കാനുള്ള പൈസ പാസ്സാവുന്നുണ്ട്, പക്ഷേ ഇവിടുത്തെ ഡ്രെയിനേജിൻ്റെ അവസ്ഥ ഇതാണ്. ഹാർബറിൻ്റെ പണി ഇവരെ എടുത്തപ്പോൾ പറ്റ മോശമാണ്. വരണ കൊല്ലം വരെ നമുക്ക് മീൻ കയറ്റി ഇവിടെ പിടിക്കാൻ കഴിയില്ല. കല്ല് ഒന്നും കൂടെ അങ്ങോട്ട് വളഞ്ഞ് വന്നാലേ ഇവിടെ ഈ മത്സ്യമായിട്ട് ഞങ്ങൾക്ക് ഇവിടെയൊക്കെ പിടിക്കാൻ കഴിയുള്ളൂ.
ഈ കാണില്ലേ കുറച്ചും കൂടെ വലിപ്പം കാര്യങ്ങളുണ്ട് ഇവിടെ ഒന്നും മെയിനായിട്ട് പിടിക്കാൻ കഴിയില്ല. ഇവിടുത്തെ ഈ വാർഡ് കൗൺസിലിനെ പറ്റി ഒന്നും ആയിട്ടൊന്നുമില്ല. ഹാർബറിൻ്റെ പ്ലാനിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ പണി ഒരുപാട് അഴിമതി നടന്ന രീതിയിലാണ് ഈ ഹാർബറിൻ്റെ പണി നടക്കുന്നത്. ഈ ഹാർബറിൻ്റെ ആക്ഷൻ കമ്മിറ്റി വരെ ഇതിനെതിരെ ഒന്ന് തിരിയുകയോ ചോദിക്കുകയോ അല്ല ഇതിനെതിരെ നീങ്ങുകയോ ജനങ്ങളെ വിളിച്ചൊരു പ്രശ്നം കൂട്ടി ഈ ഹാർബറിൻ്റെ പണീനെ പറ്റിയിട്ട് അറിയുകയോ ചെയ്തിട്ടില്ല. ഇത്തരം ആക്ഷേപങ്ങളെല്ലാം തള്ളിക്കളയുന്നതാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ M. ഭാസ്കരന്റെ വാക്കുകൾ. കഴിഞ്ഞ 40 സുദീർഘ വർഷമായി കോഴിക്കോട് നഗരസഭയുടെ ഭരണം കൈയാളുന്ന ഇടത് മുന്നണിയുടെ വികസന നേട്ടങ്ങളെ ഘട്ടം ഘട്ടമായി പരിശോധിക്കുകയാണ് ഭാസ്കരൻ. തനിച്ച് 2010 കാലഘട്ടത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ വളരെ നിർമ്മാണ രംഗത്ത് വളരെ മുന്നോട്ട് പോയി. ഏതാണ്ട് 36 കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ട് 18 മാസക്കാലം കൊണ്ട് അരയത്തുപാലം ഫ്ലൈ ഓവർ സമയബന്ധിതമായി നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. 18 മാസം കൊണ്ട് 36 കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ട് ഫ്ലൈ ഓവർ പൂർത്തീകരിച്ചു. ഭയങ്കര തിരക്കായിരുന്നു. അരയത്തുപാലത്ത് വാഹനം കുടുങ്ങിയാൽ മെഡിക്കൽ കോളേജിൽ പോകുന്ന വാഹനങ്ങൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ വൈകിയിരുന്നു. പലപ്പോഴും രോഗികൾ മരിച്ചിരുന്നു. ആ അവസ്ഥ മാറ്റിയെടുത്തത് നമ്മളെ അരയത്തുപാലം ഫ്ലൈ ഓവർ നിർമ്മിച്ചതുകൊണ്ടാണ്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് വർക്ക് എടുത്തിരുന്നത്. കോർപ്പറേഷനാണ് അതിൻ്റെ മുഴുവൻ പണവും ചെലവഴിച്ചത്. 36 കോടി രൂപ ചെലവ് ചെയ്ത് സമയബന്ധിതമായി ആ പ്രവൃത്തി പൂർത്തീകരിച്ച് തുറന്നെടുക്കാൻ സാധിച്ചു. കോഴിക്കോട് നഗരത്തിൽ ഈ ഓടകൾക്ക് മേലെ സ്ലാബില്ലായിരുന്നു. ഞങ്ങളെല്ലാം അന്ന് കൗൺസിലിലേക്ക് തിരഞ്ഞെടുപ്പെട്ട് വരുന്ന സമയത്ത് പത്രങ്ങളിൽ വരുന്നുകൊണ്ടിരുന്ന വാർത്തകൾ നഗരത്തിലെ ഓവ് ചാലുകൾ വീണ് മനുഷ്യൻ്റെ കാലൊടിയുന്നതും മൃഗങ്ങൾ ചാവുന്നതും ഒക്കെ വാർത്തകൾ ദൈനംദിനം വാർത്തയായിരുന്നു. ആ കാലഘട്ടത്തിലാണ് നഗരത്തിലെ എല്ലാ ഡ്രെയിനുകളും പുതുക്കിപ്പണിയുകയും സ്ലാബ് ചെയ്യുകയും ചെയ്തു എന്ന് മാത്രമല്ല അതെല്ലാം ഫെൻസിങ് ഏർപ്പെടുത്തിക്കൊണ്ട് മനോഹരമായ നടപ്പാതകൾ ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളുടെ ഈ ഓവുചാലുകളിൽ വീഴുന്ന പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടി നഗരസഭ സ്വീകരിച്ച ഏറ്റവും ബൃഹത്തായ ഒരു പരിപാടിയാണ്. ഈ വിലയിരുത്തൽ ശരിവെക്കുകയാണ് കോഴിക്കോട് നഗരസഭ മേയർ AK പ്രേമജം. പക്ഷേ അതിനൊപ്പം മറ്റൊന്നുകൂടി, 40 വർഷത്തെ ഭരണത്തിന് ഇനിയും ഒരു തുടർച്ച ലഭിച്ചാൽ കോഴിക്കോട് നഗരത്തിന് സംഭാവന ചെയ്യാൻ ഒട്ടേറെ കാര്യങ്ങൾ ഇനിയുമുണ്ട് വലിയ പ്രതീക്ഷകളെന്ന് മേയർ. ഞങ്ങൾ ഒരു വലിയ പാർക്കിംഗ് പ്രോജക്റ്റ് തയ്യാറാക്കിയിരുന്നു. ആ റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡ്. പക്ഷേ അത് ഞങ്ങൾ പ്രാവർത്തികമാക്കാൻ പോകുമ്പോഴാണ് CDA രണ്ടാമത് റിവൈവ് ചെയ്തിട്ട് അത് CDAൻ്റെ സ്ഥലമാണ്. ഞങ്ങൾ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഭാഗമായി CDA വന്നപ്പോൾ ആ സ്ഥലം ഉപയോഗിച്ച് ചെയ്യാമെന്ന ഉദ്ദേശം. അതുകൊണ്ട് തന്നെ അത് നടന്നില്ല കേട്ടോ. പാർക്കിംഗ് പ്രശ്നം വളരെ രൂക്ഷമാണ്, ഒരു സംശയമില്ല. പക്ഷേ അതിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് എവിടെയൊക്കെയാണോ പാർക്ക് ചെയ്യേണ്ടത് ആ പ്രദേശത്ത് സ്ഥലമുണ്ടെങ്കിലല്ലേ പാർക്കിങ്ങിന് ഒരു സൗകര്യം കിട്ടും. ഇപ്പോൾ ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിന് ആവശ്യമായ പാർക്കിംഗ് പ്ലേസ് ബിൽഡിംഗ് റൂൾസ് അനുസരിച്ച് വേണം. പക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളൊക്കെ തന്നെ ആ ബിൽഡിംഗ് റൂൾസ് ആ രീതിയിൽ ഒബ്സർവ് ചെയ്തുകൊണ്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ പല വലിയ സ്ഥാപനങ്ങൾക്കും നഗരഹൃദയത്തിലുള്ള പല വലിയ സ്ഥാപനങ്ങൾക്കും പാർക്കിംഗ് സൗകര്യങ്ങളില്ല. അതുകൊണ്ട് അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ റോഡരികിൽ പിന്നെ 2 സൈഡിലുമായിട്ട് പാർക്ക് ചെയ്യുന്നു. നമുക്കിപ്പോൾ അവരെ കുറ്റം പറയാനും പറ്റില്ല. അവിടെ നമുക്കിപ്പം നിലവിലുള്ള കെട്ടിടങ്ങളുടെ അടിയിലെ സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനും പറ്റില്ല. അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ആവാം. ഇപ്പോൾ നമ്മൾ സ്റ്റേഡിയം പുനർനിർമ്മാണം നടത്തിയപ്പോൾ EMS സ്റ്റേഡിയം നടത്തിയപ്പം അവിടെ താഴെ അണ്ടർഗ്രൗണ്ടായിട്ട് പാർക്കിംഗ് സ്പേസ് നൽകിയിട്ടുണ്ട് കേട്ടോ. അത് പുതുതായിട്ട് എടുക്കുന്ന കെട്ടിടങ്ങൾക്ക് നിർബന്ധമായിട്ടും പാർക്കിംഗ് സ്പേസ് അണ്ടർഗ്രൗണ്ടായിട്ട് വെക്കേണ്ടി വരും. അതാണ് അതിനൊരു പരിഹാരം. അല്ലാതെ വലിയ പാർക്കിംഗ് ഏരിയ ആയിട്ട് നമുക്ക് ഇനി ഈ നഗരഹൃദയത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. അത് കുറേയും കൂടി ചെയ്യാൻ ബാക്കി കിടക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നഗരത്തിന്റെ അങ്കത്തട്ട് മുറുകി നിൽക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ ചരിത്ര നഗരത്തിൽ നിന്ന് വിട ചൊല്ലുകയാണ്. നാളെ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ആയ തൃശ്ശിവപേരൂരിൽ തൃശ്ശൂരിന്റെ നഗരസഭാ വികസന വിശേഷങ്ങളുമായി നാളെ രാത്രി കാണാം. രാത്രി 9:35.